Good morning. Good morning, Miss. Good morning. Good morning. Good morning, Good ma'am. morning, Miss. Good morning. Good morning. നസീഹത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. മിസ്സിന് സുഖമോ? സുഖായിരിക്കണം. എക്സാമിനൊക്കെ ഉണ്ടായിരുന്നു? സിമ്പിൾ ആയിരുന്നു മിസ്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇന്നായിരുന്നു ലാസ്റ്റ് എക്സാം. ഓക്കെ. മോഡൽ എക്സാം ഒന്നുകൂടെ ടഫ് തോന്നിയിരുന്നു. ഇത് സിമ്പിൾ ആയിരുന്നു. മോഡല് ടഫ് ആയിരുന്നു. ആ കേട്ടോ. ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? യെസ്. നേരത്തെ PG. എന്താണ്? ഇനി അടുത്തത് PGന്റെ എക്സാം. അതെങ്ങനെയാണാവോ? ഇത് കുഴപ്പമില്ല. കുഴപ്പമുണ്ടാവില്ല. Page number 52. Very good morning to all. Yes. Good morning, ma'am. Importance of procedure concern ആണ് പറഞ്ഞത് അല്ലേ?
ഇതിന്റെ പകുതി പാരഗ്രാഫ് പറഞ്ഞില്ലേ? ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തല്ലോ. യെസ്. The medical practice itself determines the need for the written consent. Yes, okay. Written consent. Ideally, where the patient is subjected to anesthesia, either local or general, or where the patient is subjected to severe pain during administration of the treatment, a written consent would be helpful. There is no obligation that a doctor should always obtain written consent, and failure of which would hold him liable. However, if there is written consent, the medical practitioner would have greater aids in providing consent in case of litigation. To standardize the practice, the Medical Council of India (MCI) has laid down guidelines that are issued as regulations in which consent is required to be taken in writing before performing an operation. The medical practice itself determines the need for the written consent. Written consent ആവശ്യകത ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും അല്ലെ? തീർച്ചയായിട്ടും ഒരു written consent ആവശ്യമാണ്. കാരണം നമുക്ക് ആ ഒരു രോഗാവസ്ഥയുടെ സിറ്റുവേഷൻസ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? ആ ഒരു സർജറി സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് ആ റിട്ടേണിൽ എഴുതാൻ പറ്റും, കൺസേണിലെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ അത് ചിലപ്പോ മിറാക്കിൾ പോലെ സംഭവിച്ചെന്നും വരാം അല്ലെ? ചിലപ്പോൾ അത്ഭുതം സംഭവിച്ച് ചിലപ്പോൾ ആ പേഷ്യന്റിൽ നിന്ന് സംഭവിക്കാതിരിക്കുകയും ചെയ്യാം, എന്നാൽ സംഭവിച്ചെന്നും വരാം. ഓക്കെ, അപ്പൊ നമുക്കത് ഒരിക്കലും എന്താണ് പ്രെഡിക്റ്റ് ചെയ്ത് പറ്റാത്തൊരു കാര്യമാണ് എന്താണ് ഒരു സർജറി വിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം. യെസ്, അതായത് സർജറി നടക്കുന്ന ഡ്യൂറിങ് സർജറി ടൈമിൽ തന്നെ ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ ചിലപ്പോൾ പേഷ്യന്റ് മരണപ്പെടാൻ വരെയുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. The medical practice itself determines the need for written consent. എന്താ പറയുന്നത്? അതായത് രേഖാമൂലമുള്ള സമ്മതത്തിന്റെ ആവശ്യകത മെഡിക്കൽ പ്രാക്ടീസിൽ തന്നെ നിർണ്ണയിക്കുന്നത്. എന്തായാലും എന്താണ് ഒരു സർജറി ആവശ്യപ്പെടുന്ന സമയത്ത് നിർബന്ധമായിട്ടും written consent ആവശ്യമാണ് അല്ലെ? Ideally, where the patient is subjected to anesthesia, either local or general, where the patient is subjected to severe pain during administration of the treatment. എന്താ പറയുന്നത്? ഒരു രോഗിക്ക് ഇപ്പോൾ സർജറിക്ക് മുൻപായിട്ട് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, അത് മാത്രമല്ല ആ സമയത്ത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് എന്തെങ്കിലും തരത്തിലുള്ള സിവിയർ പെയിനോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്താണ് നമ്മൾ നിർബന്ധമായിട്ടും അനസ്തേഷ്യക്ക് മുമ്പ് തന്നെ നമ്മൾ എന്താണ് റിട്ടേൺ കൺസേൺ വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ട്. അതായത് അത് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കറിയാം ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന സാധ്യതയുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്കത് ഒരിക്കലും അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു റിട്ടേൺ കൺസേൺ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതായത് ചികിത്സയുടെ സമയത്ത് അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻസിന് സിവിയർ ആയിട്ടുള്ള പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ, കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്ന സമയത്ത് ഈ റിട്ടേൺ കൺസെപ്റ്റ് എന്താണ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, there is no obligation that a doctor should always obtain written consent, and failure of which would hold him liable. There is no obligation that a doctor should always obtain written consent, and failure of which would hold him liable. എന്താണ് പറയുന്നത്? ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രേഖാമൂലമുള്ള ഒരു സമ്മതം എപ്പോഴും ആവശ്യമാണോ? കൺസേൺ ആവശ്യമാണോ? യെസ് അല്ലെ? അതായത് ഒരു ഡോക്ടർ എപ്പോഴും രേഖാമൂലമുള്ള ഒരു സമ്മതം വാങ്ങിച്ചതിന് ശേഷം, അതായത് കൺസേൺ വാങ്ങിച്ചതിന് ശേഷം ഒരു സർജറി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം അല്ലെ? പക്ഷെ അതിലും ഉണ്ട് ഒരു അപകട സാധ്യത. കാരണം കൺസേൺ വാങ്ങിയതിന് ശേഷം ഇനി രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ ഒരു ബാധ്യത കൂടി ആർക്ക് വരാനുള്ള സാധ്യതയുണ്ട്? ഡോക്ടറിനും വരാനുള്ള സാധ്യത. ഇൻ കേസ് ഓഫ് അത് ചില പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ആ ഒരു ബിഹേവിയർ മൂലം അല്ലെങ്കിൽ പലതരത്തിലുള്ള കേസസ് ആ ഒരു സമയത്ത് രൂപപ്പെടാറുണ്ട്. അപ്പൊ ഡോക്ടർ കൺസേൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഇൻ കേസ് ആ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്
വീട്ടുകാർ ഓൾറെഡി സമ്മതം കൊടുത്തിട്ടുണ്ട് സർജറിക്ക്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അത് ആരുടെ തലയിൽ വരും? ഡോക്ടറിനെതിരെ അത് കേസായിട്ടൊക്കെ ഫയൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകും. കൺസേൺ ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, however always obtain written consent and failure of however if there is written consent, the medical practitioner will have greater aid in proving consent in case of litigation. എന്താ പറയുന്നത്? അതായത് ഈ കൺസേൺ വാങ്ങിയതിനു ശേഷം, ഇപ്പൊ കൺസേൺ കൊടുക്കുന്ന സമയത്ത് അതിൽ കുറെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈ രോഗിക്ക് ഇന്നത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ഇത്ര പെർസെന്റേജ് രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് എന്താണ് അത് പരാജയപ്പെട്ടാലും അത് ആരുടെ തലയിൽ വരും? ഡോക്ടറിന്റെ തലയിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി to standard practice, the Medical Council of India has laid down guidelines that are issued as regulations in which consent is required to be taken in writing before performing an operation. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന എത്രയൊക്കെ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തന്നെ എന്താണ് ഡോക്ടർ കൺസേൺ നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് തന്നെ ഹെൽപ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി MCI പ്രകാരം, MCI എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്താണ്? കുറച്ച് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്? അതായത് മുൻപേ കൺസേൺ വാങ്ങിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചട്ടങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ കുറച്ച് ഗൈഡ് ലൈൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? MCI, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. കൺസേണിന് മുമ്പും അതിനുശേഷമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് MCI നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തുമായി ബന്ധപ്പെട്ടാണ്? കൺസേണുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് MCI പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ സർജറിക്ക് മുൻപായിട്ട് കൺസേൺ വാങ്ങിക്കേണ്ടത്. ഓക്കെ, ആ മാർഗനിർദ്ദേശങ്ങൾ ആർക്ക് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്? പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനും. അതോടൊപ്പം തന്നെ ആ സെയിം റൂൾസ് അത് ആരും അറിഞ്ഞിരിക്കണം? ഡോക്ടേഴ്സും മറ്റ് അതർ സ്റ്റാഫുകളും ആ സെയിം റൂൾസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അവബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്, അങ്ങനെ നോക്കാം. The medical practice itself determine the need for return of consent. ഇത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്, പിന്നെയും വായിക്കുന്നത്. വായിക്കേണ്ട. നമുക്കറിയാം എന്താണ് രേഖാമൂലമുള്ള സമ്മതത്തിന്റെ ആവശ്യകത മെഡിക്കൽ പ്രാക്ടീസ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ആവശ്യകത പ്രത്യേകമായിട്ട് രണ്ട് സിറ്റുവേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ആ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് പേഷ്യന്റിന് സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കൺസേൺ വാങ്ങിക്കുന്നത് ഏറ്റവും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് പേഷ്യൻസിന് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കൺസേൺ ഉള്ളത് അത് വളരെയധികം സഹായകമാകും. ഇനി there is no obligation that doctor should always obtain written consent and failure of which would hold him liable. ഇനി എന്താണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും എന്താണ് കൺസേൺ വാങ്ങിച്ചു വെക്കുന്നത് എന്താണ് ഏറ്റവും അഭികാമ്യമായിരിക്കും. കാരണം ഇൻ കേസ് ഓഫ് സർജറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലോ പേഷ്യന്റ് മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഈ രേഖാമൂലമുള്ള സമ്മതം അല്ലെങ്കിൽ ഈ കൺസേൺ എപ്പോഴും ആ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യും. മറിച്ച് എന്താണ് ഇത് മറിച്ചും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ് കൺസേൺ വാങ്ങിച്ചാൽ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ തലയിൽ വരും? ഡോക്ടേഴ്സിന്റെ പേരിൽ അതിൽ ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഫാമിലി മെമ്പേഴ്സിൽ നിന്നുണ്ടാവുന്ന ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടായിരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നത്. ഓക്കെ, അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും. അല്ലാത്ത പക്ഷം എന്താണ് ഒരു ഡോക്ടർ സർജറിക്ക് മുൻപായിട്ട് കൺസേൺ വാങ്ങിക്കുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കൺസേൺ എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്? ഈ ഒരു സർജറിക്ക് ശേഷം ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡോക്ടറോ അതിൽ നിന്ന് ഉത്തരവാദികളല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസേൺ വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? ഏതൊക്കെ പല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്ന സാഹചര്യത്തില് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പേഷ്യൻസ് ഇങ്ങനെ അൺകോൺഷ്യസ് ആവുകയാണെങ്കിൽ ചിലപ്പോ അത് മരണകാരണമായേക്കാം, അല്ലെങ്കിൽ 50% ചാൻസ് ഉള്ള തുടങ്ങി എല്ലാ കാര്യങ്ങളും അതിന് സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വായിച്ചതിന് ശേഷമായിരിക്കും ആര് സൈൻ ചെയ്ത് കൊടുക്കുന്നത്? പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ശരിക്കും സേഫ് ആക്കപ്പെടുന്നത് ആരാണ്? ഡോക്ടേഴ്സും ഹോസ്പിറ്റലാണ്.
പിന്നെ അവർ അതിന്റെ എന്താണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻ അവിടെ വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസേൺ വാങ്ങിക്കുന്നത്. ഓക്കെ, മാത്രമല്ല കൺസേൺ പരാജയപ്പെട്ടു പോയാൽ സർജറി പരാജയപ്പെട്ടു പോയാലും ഡോക്ടർ അത് ഉത്തരവാദിയാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ കൺസേണുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? അതായത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, കൺസേണുമായി ബന്ധപ്പെട്ട് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് NCI പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബിഫോർ പെർഫോമിംഗ് ആൻ ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷന് മുമ്പാണ് നമ്മൾ എന്ത് വാങ്ങിക്കേണ്ടത്? കൺസേൺ വാങ്ങിക്കേണ്ടത്. ഒരു സർജറിക്ക് മുൻപായിട്ടാണ് നമ്മൾ കൺസേൺ വാങ്ങിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് NCIയുടെ ആ ലിസ്റ്റിൽ ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? യെസ്, നോക്കാം. The NCI guidelines are applicable to operations and do not cover other treatments. For other treatments, the following may be noted as a general guidelines. എന്താണ് NCI പറയുന്നത്? അതായത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്നതിനനുസരിച്ച് ആ ഗൈഡ് ലൈൻസ്, ആ മാർഗനിർദ്ദേശങ്ങള് ഇതിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. NCIയുടെ മാർഗനിർദ്ദേശങ്ങള് കൺസേണിന് മാത്രമാണ് അത് ബാധകമാകുന്നത്, അല്ലാതെ മറ്റ് ചികിത്സകൾക്കൊന്നും അതായത് നമ്മുടെ സാധാരണ ചികിത്സകൾക്കൊന്നും തന്നെ ഇത് ആവശ്യമില്ല. എത്തരത്തിലുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് NCI ഗൈഡ് ലൈൻസ് ആവശ്യമായിട്ട് വരുന്നത്? പ്രത്യേകിച്ച് സർജറി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്, NCIയുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. അല്ലാതെ അതർ ട്രീറ്റ്മെന്റ്സിലൊന്നും തന്നെ നമുക്കിത് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനറൽ ഗൈഡ് ലൈൻസ്, NCIയുടെ ജനറൽ ഗൈഡ് ലൈൻസ്. അതായത് പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 3 രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് NCI പുറപ്പെടുവിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫോർ routine types of treatment, implied concern would suffice. For routine type of treatment, implied concern would suffice. എന്താണ്? പതിവായിട്ട് നടക്കുന്ന ചികിത്സ, അല്ലെ? പതിവായിട്ട് നടക്കുന്ന ചികിത്സക്ക് എന്താണ്? ഒരു സൂചിത സമയം മതിയാകും. അതായത് റുട്ടീൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന് നമുക്ക് എന്താണ് NCI ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുന്നുണ്ട്. അത് റുട്ടീൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, അല്ലെ? അതായത് നമ്മള് അഡ്മിഷൻ ടൈമില് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയം തുടങ്ങി അത് ശരിയാണ്, ഷുഗർ ട്രീറ്റ്മെന്റ്സ്. അപ്പൊ ഏതൊക്കെ അസുഖങ്ങൾക്കായിരിക്കും റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് വരുന്നത്? ഒന്ന് ഡയബറ്റീസ് പറയാം, പ്രഷർ, BP. പിന്നെ എന്തിനൊക്കെയാണ്? തൈറോയ്ഡ്. അങ്ങനെ നോർമൽ ആയിട്ട് നടക്കുന്ന റുട്ടീൻ ചെക്കപ്സ്, ട്രീറ്റ്മെന്റ്സിലൊക്കെ അതിനെന്തുണ്ട്? ഈ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ഓക്കെ, അതായത് പൊതുവായിട്ട് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ എന്താണ് സാധാരണ ട്രീറ്റ്മെന്റിന് ഇത് പറയുന്നുണ്ട്. അതോടൊപ്പം സഫൈസ് എന്ന് പറഞ്ഞാൽ മതിയാകും എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതായത് പതിവ് ചികിത്സ സൂചിത സമയം മതിയാകും എന്നുള്ള മീനിങ് ആണ്, അല്ലെങ്കിൽ പര്യാപ്തമാക്കുക എന്നുള്ള മീനിങ് ആണ് സഫൈസ് എന്ന മീനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. യെസ്. Then second one എന്താണ്? For detailed type of treatment, ideally express oral consent may be needed. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക്, അല്ലെ? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് എങ്ങനെയുള്ള കൺസേൺ ആണ് ആവശ്യം വേണ്ടത്? എങ്ങനെയുള്ള കൺസേൺ ആണ് ആവശ്യമായിട്ട് വരുന്നത്? ഇംപ്ലൈഡ് എന്ന് വെച്ചിട്ട് സൂചിപ്പിച്ചിരിക്കുന്ന കേട്ടോ ഓറൽ കൺസേൺ ആണ് ഡീറ്റെയിൽഡ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് ആവശ്യമായി വരുന്നത്, അല്ലെ? ഡീറ്റെയിൽഡ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിന് ഓറൽ കൺസേൺ നമുക്ക് മതിയാകും. അതായത് റിട്ടേൺ വേണ്ട, ഓറൽ ആയിട്ട് സമ്മതം ജസ്റ്റ് കൊടുത്താൽ മതി. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്സ് ഒക്കെ നടക്കുന്ന സമയത്ത്, സർജറിക്ക് മുമ്പായിട്ട് ഡീറ്റെയിൽ ചെക്കപ്സ് നടത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓറൽ കൺസേൺ മാത്രം കൊടുത്താൽ മതി. അതായത് വാമൊഴിയാലെ നമ്മളത് സമ്മതം കൂടിയാണ്. ഇനി അടുത്ത ടൈപ്പ് പറഞ്ഞാൽ എന്താണ്? ഫോർ എ കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, written express consent is required.
ഇനി എന്താണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താണ് കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്? സങ്കീർണമായിട്ടുള്ള ചികിത്സകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിർബന്ധമായിട്ട് എന്ത് വേണം, റിട്ടേൺ കൺസൾട്ട് ആവശ്യമാണ്. ഓക്കെ, അപ്പം നമ്മള് MCA ഗൈഡ് ലൈൻസ് പ്രകാരം MCA പൊതു ജനറൽ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 3 രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, റുട്ടീൻ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിന് എന്താണ് സൂചിപ്പിച്ചിരിക്കുന്ന സമയത്ത് മാത്രമുള്ള ഒരു എന്താണ് ആ ടൈമിൽ മാത്രമുള്ള സമ്മതം മതിയാവും. ഓക്കെ, അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഷുഗർ ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ നമുക്ക് ലാബ് ടെസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ വരുന്നുള്ളൂ അല്ലെ. ആ ഒരു സമയത്ത് എന്താണ് അവിടെ വലിയ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. ആ സമയത്ത് ആ ഒരു സൂചിത സമയം മാത്രം ഉൾപ്പെടുന്നുള്ളൂ. പർട്ടിക്കുലർ ടൈം മാത്രമേ അവിടെ സമ്മതം ആവശ്യപ്പെടുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണമെങ്കിലോ ഇതൊക്കെ എന്താണ് നമ്മൾ ഓക്കെയാണ്, ഡോക്ടറെ കാണുന്നതിനൊക്കെ എന്താണ് നമ്മൾ ഓക്കെയാണ്. അവിടെ പ്രത്യേകമായിട്ടുള്ളൊരു ഒരു കൺസെന്റ് ആവശ്യം വരുന്നില്ല. ഓക്കെ, ഡീറ്റെയിൽഡ് ടൈപ്പ് ട്രീറ്റ്മെന്റിന് എന്താണ് നമുക്ക് ഓറൽ കൺസെന്റ് ആവശ്യമാണ് അല്ലെ. ഫോർ ഡീറ്റെയിൽഡ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിന് ഓറൽ കൺസെന്റ് ആവശ്യമാണ്. ഇനി കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിനാണ് എന്താ മസ്റ്റ് ആയിട്ട് നമ്മൾ റിട്ടേൺ കൺസെന്റ്, റിട്ടേൺ ആയിട്ട് സമ്മതപത്രം നിർബന്ധമായിട്ട് അല്ലെ, രേഖാമൂലമുള്ള സമ്മതപത്രം കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിന് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ 3 രീതിയിലാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ജനറൽ ആയിട്ടുള്ള കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിർബന്ധമായിട്ടും എന്താ കൺസേൺസുകൾ നമ്മളെ ഹോസ്പിറ്റലിൽ സ്വീകരിക്കുന്നത്. ഓക്കെ, ആ 3 എണ്ണം ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. 3 എണ്ണം വേണ്ട, ലാസ്റ്റത്തെ അണ്ടർലൈൻ ചെയ്തിടാം. ലാസ്റ്റത്തെ കോംപ്ലക്സ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, റിട്ടേൺ എക്സ്പെൻസ്, കൺസേൺ ഈസ് റിക്വയർഡ്. Okay, next one. What is informed consent in medicine? What is informed consent in medicine? ഈ മെഡിസിന്റെ കാര്യത്തിൽ കൺസേണിന്റെ ആവശ്യകത എന്തൊക്കെയാണ്? Informed consent means patients receive enough information to make an educated decision about their treatment. അല്ലെ, informed consent എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഷ്യൻസിന് എന്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്? തന്റെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് അല്ലെ, തന്റെ ട്രീറ്റ്മെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിലൊരു നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഒരു ഇൻഫോംഡ് കൺസെൻസ് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നൽകുന്ന മരുന്നുകൾ എങ്ങനെയാണ്, ആ മരുന്ന് കഴിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തിൽ ഉണ്ടാവും? ആ റിട്ടേൺ കൺസേൺ ഇൻഫോംഡ് കൺസേണിൽ ഉണ്ടായിരിക്കും. എല്ലാ ഇൻഫർമേഷൻസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തിരിച്ചറിയാൻ സാധിക്കും? ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും അല്ലെ. എനിക്കിപ്പോ ഈ സർജറി ആവശ്യമാണോ, അല്ലെങ്കിൽ ഞാനിത് മെഡിസിൻ കൊണ്ട് തന്നെ മാറ്റിയാൽ മതിയോ എന്നൊക്കെ നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്, അത് വായിച്ചു നോക്കുന്ന സമയത്ത്. ഓക്കെ, അല്ലാതെ തന്നെ എന്താണ് ഡോക്ടർ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. This may mean a physician explain the possible side effects and risk benefit of a course of treatment or inform a patient of what other treatments may be available. അപ്പോൾ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അത് റിട്ടേൺ ഫോമിൽ മാത്രമല്ല നമ്മൾ വായിക്കുന്നത്. എന്ത് ചെയ്യും? ഡോക്ടർ കുറച്ചുകൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അല്ലെ, വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ആ മരുന്നിന്റെ പാർശ്വഫലങ്ങളെ അല്ലെ, ആ മരുന്നിന്റെ മെഡിസിന്റെ പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ റിസ്ക് അതിൽ വരുന്നുണ്ട്, അതേപോലെ ഇത് കഴിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഇനി ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ തന്നെ നമുക്ക് മറ്റു ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ, ഇതിന്റെ ഒപ്പം തന്നെ മറ്റു ട്രീറ്റ്മെന്റുകൾ വേണമെങ്കിൽ അതിനെ കുറിച്ചിട്ടും ആര് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു? ഫിസിഷ്യൻ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരണങ്ങള് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതായത് കൺസേണിൽ ഇൻഫോംഡ് കൺസേണിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, മെഡിസിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൂടി ആര് എക്സ്പ്ലെയിൻ ചെയ്യും? ഡോക്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതിന്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, റിസ്ക് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇനി അതർ ട്രീറ്റ്മെന്റ്സ് നമ്മൾ വേറെ എടുക്കണമെങ്കിൽ അതുകൂടി അദ്ദേഹം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, it can be mean patients are given enough time if possible to consider their options and seek a second opinion. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് നമുക്ക് സമയം എടുക്കും, നമുക്ക് കൂടുതൽ സമയം കിട്ടും. കാരണം നമുക്കൊന്ന് തീരുമാനിക്കാനുള്ള സമയം ഉണ്ടാവും അല്ലെ, ഏത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. നമുക്ക്
അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇനി സെക്കൻഡ് ഓപ്ഷൻ വേണമെങ്കിൽ ഇപ്പൊ ആ ഹോസ്പിറ്റൽ വേണ്ട, വേറെ ഹോസ്പിറ്റൽ ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഹോസ്പിറ്റൽ കുറച്ചുകൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ്, അവരുടെ സർജറി വേണ്ട, മരുന്ന് കൊണ്ട് തന്നെ മാറും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്, അപ്പൊ ഒബിയസ്ലി നമ്മൾ അങ്ങോട്ട് തന്നെ പോകാനേ നോക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള സമയം വരെ നമുക്ക് ഹോസ്പിറ്റലിൽ തരും. അത് നമ്മുടെ കേസിന്റെ കോംപ്ലിക്കേഷൻസ് അനുസരിച്ച്, അസുഖത്തിന്റെ ആ ഒരു മൂർധന്യാവസ്ഥ അനുസരിച്ചായിരിക്കും നമുക്ക് ഇതൊക്കെ ഇൻഫോർമേഷൻ തരുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ സമ്മതം പോലും ചിലപ്പോൾ ചോദിക്കില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ എന്താണ്, എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യും. ഓക്കെ, അത് എമർജൻസി സിറ്റുവേഷൻസിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആരുടെ സമ്മതം അവിടെ ആവശ്യമില്ല. ഇപ്പോഴും എത്രയും പെട്ടെന്ന് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ മാത്രമേ നമ്മൾ നോക്കൂ അല്ലെ. ഓക്കെ, to consider their options or seek second opinion. അപ്പൊ നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള സമയം കൂടി ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. If appropriate, if possible, to consider their options, seek a second opinion if appropriate. Informed consent can also mean patients are informed if treatment is recommended, as well as what might happen if they get a no treatment. എന്താ പറയുന്നത്, ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ മറ്റ് ചികിത്സകളാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് മറ്റു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട്. മാത്രമല്ല വേറെ എന്താ അവിടെ സൂചിപ്പിക്കുന്നത്, ഇൻഫോംഡ് കൺസെന്റ് ക്യാൻ ഓൾസോ മീൻ പേഷ്യൻസ് ആർ ഇൻഫോംഡ് ഇഫ് ട്രീറ്റ്മെന്റ് ഈസ് റെക്കമെൻഡഡ്. എന്താ അവിടെ സൂചിപ്പിക്കുന്നത്, ഈ ട്രീറ്റ്മെന്റ്സിനെ മാത്രം കുറിച്ചാണോ ഡോക്ടർ രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് മാത്രമാണോ? ഏത് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഡോക്ടർ പറയുകയും ചെയ്യും. അത് മാത്രം അതിന്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, എത്രയും പെട്ടെന്ന് ആ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ എന്താ അതിന്റെയൊക്കെ അനന്തരഫലം എന്തുണ്ടാകും അതുകൂടി പറയില്ലേ. അതായത് ഒരു ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ വൈകിക്കുകയാണെങ്കിൽ അല്ലെ ലേറ്റ് ആയിട്ടാണ് ആ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് കൂടി നിങ്ങൾ ചിലപ്പോ, അതായത് ചിലപ്പോ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ മോശമായിരിക്കും അല്ലെ, ഇപ്പൊ ഇന്ന് നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൂടി ആ പേഷ്യന്റ് ചിലപ്പോ എന്താണ് അതുകൂടി അനുഭവിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ആ പേഷ്യൻസിന് എന്ത് സംഭവിക്കും കൂടി എന്നുള്ളത് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബാധിച്ചതാണ് അല്ലെ. നിങ്ങൾ ഞാൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് എടുത്തില്ല എങ്കിൽ ഇത്തരം ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാവുന്ന വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലെ. ചില ഡോക്ടേഴ്സ് നേരെ പറയും പേഷ്യൻസിനോടല്ലാതെ, ചിലപ്പോൾ ബൈ സ്റ്റാൻഡേഴ്സിനോടായിരിക്കും പറഞ്ഞത്, ഫാമിലിയിലെ ആരെങ്കിലോടായിരിക്കും പറയും. അല്ലാത്ത ഡോക്ടേഴ്സ് എന്താണ് ശരിക്കും പേഷ്യൻസിനോട് തന്നെ പറയുന്നതാണെന്നുള്ളത് അല്ലെ, വളരെ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നവർ. അപ്പൊ അതുകൂടി ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ആണോ എടുക്കുന്നത് അത് എടുത്തില്ലെങ്കിലുള്ള ആഫ്റ്റർ എഫക്ട്സ്. ഓക്കെ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഫോംഡ് കൺസെന്റ് മെഡിസിനിൽ പറയുന്നത്? ഇൻഫോംഡ് കൺസെന്റ് പ്രകാരം പേഷ്യൻസിന് ഒരു കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ, നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട്, അത് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഫിസിഷ്യൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കും. ആ ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ആ മെഡിസിൻ എടുക്കുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് എന്താണ്, അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് അത് ആ മരുന്ന് എടുക്കുന്നത് മൂലമുള്ള ആ ബെനഫിറ്റ്സ് അല്ലെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണെങ്കിൽ അതുകൂടി എടുക്കാനുള്ള രീതിയിൽ എല്ലാത്തരം എക്സ്പ്ലനേഷൻസും ഡോക്ടറും മെഡിസിനുമായി ബന്ധപ്പെട്ട രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, ഈ ഒരു സമയം കൊണ്ട് അല്ലെ, ഈ ഒരു സമയം കൊണ്ട് പേഷ്യൻസിന് ആവശ്യാനുസരണം സമയം എടുത്ത് ഒരു നല്ല തീരുമാനം എടുക്കുവാനും, ഇൻ കേസ് ഒരു സെക്കൻഡ് ഓപ്ഷൻ അതായത് മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ എന്താണ് അത് തീരുമാനിക്കാനായിട്ടുള്ള അധികാരവും അവകാശം ആർക്കുണ്ട്, പേഷ്യൻസിനുണ്ട്. ഇനി അത് മാത്രമല്ല എന്താണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അത് സ്വീകരിച്ചില്ലെങ്കിലുള്ള ആഫ്റ്റർ എഫക്ട്സും കൂടി ഡോക്ടർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് ആ മരുന്ന് ഇത്ര ദിവസം കഴിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ തനിക്ക് ഇത്തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് വായിക്കട്ടോ.
ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? യെസ്, നമുക്ക് നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ഇൻഫോംഡ് കൺസേണിങ് ഹെൽത്ത് കെയർ? വാട്ട് ഈസ് ഇൻഫോംഡ് കൺസേണിങ് ഹെൽത്ത് കെയർ? ആരോഗ്യ സംരക്ഷണത്തില് ഇൻഫോംഡ് കൺസേണിന്റെ എന്താണ്? ഇൻഫോംഡ് കൺസേൺ ആരോഗ്യ സംരക്ഷണത്തില് വിവരമുള്ള സമ്മതം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, നോക്കാം. Patient informed consent means a patient understands the risks, alternatives, and possible benefits of any treatment they receive. With informed consent, a patient can consent to treatment that they understand. This is important since even treatments which are meant to help a patient come with risks, and it is essential for the patients to accept those risks when getting care. Patient informed consent means patient understand the risk and alternatives and possible benefits of any treatment they receive. എന്താണ് ഹെൽത്ത് കെയറിലെ ഇൻഫോംഡ് കൺസേൺ എന്ന് സൂചിപ്പിക്കുന്നത്? കൺസേൺ മീൻസ് പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക്. എന്താണ്? അതായത് എല്ലാ റിസ്കുകളും മനസ്സിലാക്കി തന്നെ സർജറി ചെയ്യുന്നത് കൂടി എന്തൊക്കെ റിസ്കുകൾ അതിനുണ്ടാവും, അല്ലെ എന്തൊക്കെ ബെനഫിറ്റ്സ് അതിലുണ്ടാവും, ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് തനിക്ക് ലഭിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആർക്ക് മനസ്സിലാവും? പേഷ്യൻസിന് നമ്മൾ ഇൻഫോം ചെയ്യുന്നത്, അല്ലെ? ആ കൺസേൺ മുഖാന്തരം നമ്മൾ പേഷ്യൻസിന് അത് ഇൻഫോം ചെയ്യുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ സമ്മതത്തോടു കൂടി തന്നെ, അല്ലെ, എല്ലാ ഡീറ്റെയിൽസും പേഷ്യൻസ് അറിയും. അപ്പൊ അതിന്റെ സമ്മതത്തോടു കൂടി തന്നെ എന്താണ്, അതായത് വിവരമുള്ള സമ്മതത്തോടു കൂടി തന്നെ നമ്മള് എന്താണ് ചികിത്സയ്ക്ക് ഓക്കെ കൺസേൺ കൊടുക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെ, ഇത്തരം സൈഡ് എഫക്ട്സുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കൂടിയാണ് നമ്മൾ കൺസേൺ കൊടുക്കുകയാണ്. With informed consent, a patient can consent to treatment that they understand. അപ്പൊ പേഷ്യന്റ് മനസ്സിലാക്കും, അല്ലെ, എന്തുകൊണ്ടാണ് ഈ ഒരു കൺസേൺ, അതായത് കൺസേണിന്റെ ആവശ്യകത എന്താണ്, വിവരമുള്ള ഒരു സമ്മതത്തിന്റെ ആവശ്യകത എന്താണെന്നുള്ളത്. അതായത് പേഷ്യന്റ് സമ്മതം കൂടാതെ അത് ചെയ്യാനായിട്ട് അവിടെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ്. Then this is important since seven treatments which are need to help a patient come with the risk. മാത്രമല്ല എന്താണ്, എന്തൊക്കെ അപകട സാധ്യതകൾ ഇതിലുണ്ട്, അതായത് എന്തൊക്കെ റിസ്കുകൾ ഇതിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ ആ കൺസേൺ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് ഡോക്ടറും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ആ രേഖയിലെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സും റിസ്ക് ആണ് അതിൽ ഉണ്ടാവുക എന്നുള്ളത്. Then it is essential for patients to accept those risks when getting care. അപ്പൊ നമുക്കറിയാം അതിൽ കുറെ കാര്യങ്ങൾ വായിച്ചതിന് ശേഷം നമ്മൾ സൈൻ ചെയ്യും, അല്ലെ? അപ്പൊ അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും? രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും. ഒന്ന്, പേഷ്യന്റ് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാവും ഇൻ കേസ് സർജറി കഴിഞ്ഞാലുള്ള ചിലപ്പോ ഉള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അല്ലെ? അത് രണ്ട് രീതിയിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ കൺസേൺ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത് ഇൻ കേസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാലും അത് ആര് സ്വീകരിക്കേണ്ടി വരും? പേഷ്യൻസ് തന്നെ, അല്ലെ? ആ രോഗികൾ തന്നെ അത് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ ഓൾറെഡി കൺസേൺ പേഷ്യന്റ് കൊടുത്തു കഴിഞ്ഞു, അല്ലെ? എന്ത് വന്നാലും നമ്മളത് സ്വീകരിക്കാം എന്നുള്ളൊരു കൺസേൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് റിസ്ക് വന്നാലും ആ പേഷ്യൻസ് ഇപ്പോ ചിലപ്പോ ആ സിറ്റുവേഷൻസ് ഇപ്പോ എന്തെങ്കിലും അവയവങ്ങൾ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോ അമിതമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വന്നാലും പേഷ്യൻസ് ആയിരിക്കും ഇത് സ്വീകരിക്കേണ്ടത്, അല്ലെ? ഓൾറെഡി നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടായാലും അത് ആര് സ്വീകരിക്കേണ്ടതായിട്ട് വരും? പേഷ്യൻസ് അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഇൻഫോംഡ് കൺസേണിങ് ഹെൽത്ത് കെയറില് എന്താണ്, രോഗി എല്ലാ റിസ്കുകളും ഓൾട്ടർനേറ്റീവ് ഹൗസിലെ പോസിബിൾ ബെനിഫിറ്റ്സ് ഒക്കെ അറിഞ്ഞത് കൊണ്ടാണ് പേഷ്യൻസ് അതിന് സമ്മതം കൊള്ളുന്നത്. ഇനി മാത്രമല്ല എന്താണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് റിട്ടേൺ രേഖയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൂടാതെ എന്താണ്, ഒരു രോഗിക്ക് ഉണ്ടാവുന്ന അപകട സാധ്യതകളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇൻ കേസ് ഇനി ആ സർജറിക്ക് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആര് റെഡി ആയിരിക്കണം? പേഷ്യൻസ് റെഡി ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ?
അതായത് പരിചരണം സ്വീകരിക്കുന്ന വേളയിൽ രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇപ്പൊ നമ്മള് വിചാരിച്ചിട്ട് നമ്മള് റിയൽ ആയിട്ട് വിചാരിച്ചു വെക്കും, നമ്മളിപ്പോ സൈൻ ചെയ്ത് കൊടുത്തു. പക്ഷെ സൈൻ ചെയ്തിട്ട് നമ്മളുടെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഇന്നത് സംഭവിച്ചാൽ നമ്മളത് സ്വീകരിക്കേണ്ടി വരും. നമ്മൾ എന്താണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെ. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞതാണ് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് സർജറി ചെയ്യാതെ നിവർത്തിയില്ല. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. ഓക്കെ, യെസ്. ഇതില് ടീച്ചർ പറയുന്ന കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഫസ്റ്റ് ലൈൻ പേഷ്യന്റ് ഇൻഫോംഡ് തുടങ്ങിയിട്ട് പേഷ്യന്റ് ഇൻഫോംഡ് തുടങ്ങി റിസീവ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Then last point, last ഈ സെന്റൻസ് കൂടി, ദിസ് ഈസ് ഇമ്പോർട്ടന്റ് തുടങ്ങി ഗെറ്റിംഗ് കെയർ വരെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇത് പാടുണ്ടോ പഠിക്കാനായിട്ട്? പീച്ചി ബുദ്ധിമുട്ടാണോ? മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാന്ന് നമുക്കറിയാം. ഇത്രയും ബുദ്ധിമുട്ട് ഡിപ്ലോമയിൽ ഉണ്ടായില്ല അല്ലെ? ഓക്കെ, ഡിപ്ലോമയാണ് ഈസി. ഡിപ്ലോമയിൽ നമുക്ക് തേർഡും ഫോർത്തും മാത്രം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലെ, അല്ലാതെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി അടുത്തത് പർപ്പസ് ആണ്. നമുക്ക് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ? അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ്. What is the purpose of informed consent? ഇനി വരെ കൺസേണിന്റെ പ്രധാന പർപ്പസ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്? Okay. Informed consent has become the primary paradigm for protecting the legal rights of patients and guiding the ethical practice of medicine. It may be used for different purposes in different contexts: legal, ethical, or administrative. Although these purposes overlap, they are not identical, thus leading to different standards and criteria for what constitute adequate informed consent. ഇതിന്റെ പർപ്പസ് എന്താണ്? നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇൻഫോം കൺസെന്റ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒരു മെഡിക്കൽ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, രോഗിയുടെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു ഇൻഫോം കൺസെന്റ് അല്ലെങ്കിൽ കൺസെന്റ് സമ്മതപത്രങ്ങളില് സമ്മതം ആവശ്യമാക്കി എടുക്കുന്നത്. കാരണം മെഡിക്കൽ കണ്ടീഷൻസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വാങ്ങുന്നത്, കൺസേൺസ് പേഷ്യൻസിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൽ നിന്നും വാങ്ങുന്നത്. ഓക്കെ, എല്ലാ കേസസിലും അത് വരുന്നില്ല അല്ലെ. കോംപ്ലിക്കേഷൻസ് ഉള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ ഇത്തരം കൺസേൺസുകൾ നിർബന്ധമായിട്ടും സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. And informed consent has become the primary paradigm for protecting the legal rights of patients and guiding the ethical practice of medicine. ഇതാണ് രോഗികളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും വൈദ്യശാസ്ത്രത്തിൽ, അതായത് മെഡിക്കൽ സമ്പ്രദായത്തിന്റെ കൃത്യമായ രീതിയിലുള്ള ഒരു മാതൃകയാണ് എന്ത് കൺസേൺ എന്ന് പറയുന്നത്. അതാണ് പാരഡിഗം മീൻസ് മാതൃക. നമ്മൾ ഡിസാസ്റ്റർ പാരഡിഗം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാരഡിഗം മീൻസ് എന്താണ്, മാതൃക. എന്തുമായി ബന്ധപ്പെട്ടുള്ള മാതൃകയാണ്? പ്രൊട്ടക്ടിംഗ് ദ ലീഗൽ റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആൻഡ് ഗൈഡിംഗ് ദ എത്തിക്കൽ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ.
എന്താണ്? രോഗികളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വൈദ്യശാസ്ത്രത്തിന്റെ സമ്പ്രദായം നയിക്കുന്നതിനുമുള്ള ഒരു മാതൃകയാണ് സമ്മതം അഥവാ കൺസേൺ എന്ന് പറയുന്നത്. ഇനി it may be used for different purpose in different context. നമ്മൾ ഈ കൺസേൺ സ്വീകരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും 3 ആസ്പെക്ട്സിലാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സമ്മതം അല്ലെങ്കിൽ കൺസേൺ സ്വീകരിക്കുന്നത് 3 രീതിയിലാണ്, അല്ലെങ്കിൽ 3 കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെ കോണ്ടെക്സ്റ്റ് ആണ്? ലീഗൽ, എത്തിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ്, അല്ലെ? ലീഗൽ, എത്തിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ്. ഇതാണ് നമ്മള് സമ്മതം വാങ്ങുന്നത് 3 രീതിയിലാണ്. ലീഗലായിട്ട്, എത്തിക്കലായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട്, അങ്ങനെ 3 രീതിയിലാണ്. നമ്മൾ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് 3 രീതിയിലാണ് സമ്മതം വരുന്നത്. Although these purposes overlap, they are not identical, thus leading to different standards and criteria for what constitutes adequate informed consent. ഇനി ഇതെല്ലാം തന്നെ കൺസേണിന് ആവശ്യമാണ്. അതായത് ലീഗൽ, എത്തിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് 3 രീതിയിലുള്ള കൺസേൺ വരുന്നത് ഉണ്ടെങ്കിലും ഇതെല്ലാം ഒരേപോലെയാണോ? വ്യത്യസ്തമാണ്, അല്ലെ? നമുക്ക് നോക്കുന്ന സമയത്ത് ഇതെന്താണ്? ഐഡന്റിറ്റി. ഇത് നോട്ട് ഐഡന്റിക്കൽ, അതായത് സമാനമല്ല. അതായത് ലീഗൽ എന്ന് പറയുമ്പോൾ ലീഗലിനായിട്ടുള്ള പർപ്പസ് ആയിട്ടുള്ള കൺസേൺ ആണ്. എത്തിക്കൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എത്തിക്കലുമായി ബന്ധപ്പെട്ടത്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് പറയുമ്പോൾ എന്താണ്? ഭരണപരമായിട്ടുള്ള രീതിയിലുള്ള കൺസേൺസ് ആണ്. അപ്പൊ 3-ന്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇത് 3 ഒരേപോലെയല്ല. അതായത് ഈ 3 സമ്മതങ്ങൾ, 3 രീതിയിലുള്ള കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സമ്മതം അല്ലെങ്കിൽ കൺസേൺ എന്ന് പറയുന്നത് അത് വ്യത്യസ്തതയുണ്ട്. ഇത് ഐഡന്റിറ്റികളല്ല. They are not identical, thus leading to different standards and criteria for what constitutes adequate informed consent. അതായത് ഇതിൽ 3-ന് എന്താണ്? 3 രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് വരുന്നത്. അതായത് ഇത് സമാനമല്ല, ഇതിന് വ്യത്യസ്ത മാനദണ്ഡങ്ങളിലൂടെയാണ്. അതായത് ആഡിക്വേറ്റ് ആയിട്ടുള്ള, അതായത് എത്തിക്കൽ എന്താണ്? അതിന് മാത്രമായിട്ട് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നത്, ലീഗൽ കൺസേണിൽ വരുന്നത്. ഇപ്പോ നമ്മള് ഈ ലീഗൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയും. ഇപ്പൊ നമ്മുടെ സമ്മതം ഇല്ലാതെ ഒരു സർജറി നടത്തിയെന്ന് വിചാരിച്ചു. പേഷ്യന്റ് പോലും വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെ? നമുക്ക് ലീഗലായിട്ട് അതിന്റെ ആവശ്യകത നേടിയെടുക്കുക. അത് നമ്മുടെ സമ്മതം ഇല്ലാതെയാണത് നടത്തിയത് എന്ന് പറഞ്ഞ് നമുക്കത് ലീഗലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, അല്ലെ? കേസ് ഫയലുകൾ, സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ അറിവോ സമ്മതം കൂടാതെ ചിലപ്പോൾ ഏതെങ്കിലും ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നിൽക്കരുത്. പക്ഷെ അത് ലേറ്റ് ആയിട്ട് കേട്ട് അറിയുന്നത് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്തിനു പോകുന്നത്? ലീഗലായിട്ട് കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് 3-നും എന്താണ്? 3 രീതിയിലാണ് കൺസേണിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത്. ആഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ആഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പര്യാപ്തമായിട്ടുള്ള. അതായത് 3 രീതിയിൽ 3 തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, 3 ഡയറക്ഷൻസ് ആണ് വരുന്നത്, 3 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ഇതെല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. അപ്പൊ പർപ്പസ് ഓഫ് ഇൻഫോംഡ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക്? രോഗിയുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ്? ആശുപത്രിയുടെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ സമ്പ്രദായം നയിക്കുന്നതിനുമുള്ള ഒരു മാതൃകയാണ് എന്ത്? കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പേഷ്യൻസിനും അതേപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റലിനും ഇത് അത്യാവശ്യമാണ്. നമുക്കറിയാലോ, പേഷ്യൻസിനും അത്യാവശ്യമാണ്, ഹോസ്പിറ്റലിനും അത്യാവശ്യമാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റൽ ബാധ്യത ഏറ്റെടുക്കുന്നില്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് കൺസേൺ നമ്മൾ നിർബന്ധമായി വാങ്ങിക്കുന്നത്. പേഷ്യൻസിന്റെ സമ്മതം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റൽ അതിൽ ഉത്തരവാദികളല്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിന്റെ സമ്മതം വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതിനെ 3 ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കൺസേൺ എന്ന് പറയുന്നത്. ലീഗൽ, എത്തിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, ഇത് ദിസ് പർപ്പസ്, ഇതിന്റെയൊക്കെ പർപ്പസ് ഒന്നാണെങ്കിൽ ഇത് എന്താണ്? ദേ ആർ നോട്ട് ഐഡന്റിക്കൽ. ഇതിന്റെ രേഖകളിൽ സമാനതകൾ അല്ലെങ്കിൽ സമാനതകൾ ഇല്ലാതെ വ്യത്യസ്തമാണ്. ഓക്കെ, ഇനി വരുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിപ്പോ പറഞ്ഞ ലീഗൽ, എത്തിക്കൽ ഇതൊക്കെ എന്താണ്? അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ലീഗൽ ആയിട്ടുള്ള കൺസേൺ എന്താണ്? എത്തിക്കൽ കൺസേൺ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് കൺസേൺ എന്താണ്? കാണുമ്പോ തന്നെ പേടിയാവല്ലോ, കണ്ടിട്ട് തന്നെ പേടിയാവല്ലോ.
പക്ഷെ പേടിക്കണ്ട, ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗങ്ങൾ മാത്രം പറയുള്ളൂ. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. മാത്രം പഠിച്ചാൽ മതി. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് കൺസേണുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 3 കോണ്ടെക്സ്റ്റിലാണ് കൺസേൺ പറയുന്നത്. ലീഗൽ, എത്തിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സ്. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നത് കേട്ടോ. ലീഗൽ എന്തൊക്കെ വരുന്നു, എത്തിക്കൽ എന്തൊക്കെ വരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് എന്തൊക്കെ കംപ്ലൈന്റ്സ് ആണ് വരുന്നത് നോക്കാം. ലീഗൽ കാണാൻ പറ്റുന്നുണ്ടോ? കേട്ടോ. ലീഗൽ ഞാൻ ഇതിൽ നോക്കിയാൽ അതിൽ ക്ലിയർ അല്ല. പ്രൊട്ടക്ഷൻ ഫ്രം assault. Legal protection from assault. Then preventing unwanted procedures. Legal വരുന്നതാണ് പ്രൊട്ടക്ഷൻ ഫ്രം assault. എന്താണ് പ്രൊട്ടക്ഷൻ ഫ്രം assault എന്ന് പറയുന്നത്? assault ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അക്രമരഹിതമായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് രോഗികൾക്ക് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു റൈറ്റ്സ് ആണ് വരുന്നത്. പ്രൊട്ടക്ഷൻ നേടാനായിട്ട് നമുക്ക് ലീഗലി മൂവ് ചെയ്യാവുന്നതാണ്. അതായത് ഇൻ കേസ് സർജറിയുടെ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ക്രമരഹിതമായിട്ടുള്ള ബിഹേവിയറോ എന്തെങ്കിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ലീഗലി മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെന്താണ് പ്രിവെന്റിങ് അൺവാണ്ടഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് പ്രിവെന്റിങ് അൺവാണ്ടഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത നടപടികൾ തടയാൻ സാധിക്കും. എന്താണ് ഇപ്പൊ നമ്മളോട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇത്ര കാര്യങ്ങളാണ് ഈ സമയത്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയറിലൂടെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ എന്താണ് അവർ വേറെ നടപടികൾ സ്വീകരിക്കും, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ പുതിയ നടപടികൾ സ്വീകരിച്ചിട്ട് പറയും നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് പറയും, പക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ. അതായത് പുതിയ നടപടികളൊക്കെ പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ചിലപ്പോ എക്സ്ട്രാ എക്സ്പെൻസ് നമ്മളിൽ നിന്ന് വാങ്ങിക്കാം. കുറച്ചുകൂടി നമ്മൾ പറയാറില്ല, ഇപ്പൊ കേസ് സർജറി നടക്കുന്ന സമയത്ത് കുറച്ചുകൂടി പൈസ നിങ്ങൾ കെട്ടിവെക്കേണ്ടതായിട്ട് വരും. പറഞ്ഞിട്ടില്ലേ നമ്മള് അറേഞ്ച് ചെയ്യണം, ഇത്ര ലക്ഷത്തോളം കൂടി ചിലപ്പോ അറേഞ്ച് ചെയ്യണം, സർജറിയുടെ സമയത്ത് ഇത്ര ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി എന്നൊക്കെ വന്ന് നമ്മളോട് പറയും. ഓൾറെഡി നമ്മൾ കൺസേൺ കൊടുത്തത് കൊണ്ട് നമ്മൾ എന്താണ് അവർ പറയുന്നത് കേൾക്കും. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ഒരു പ്രൊസീജിയറിൽ കൂടി തന്നെയാണോ അവരത് നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്താ ലീഗലി നമുക്കത് ബുക്ക് ചെയ്ത് തരാം. ഓക്കെ. അതായത് ആവശ്യമില്ലാത്ത ഏതെങ്കിലും നടപടികൾ സ്വീകരിച്ചാൽ അത് തടയുന്നതിനുള്ളിൽ നമുക്ക് ലീഗലായിട്ട് നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നമ്മുടെ സമ്മതം കൂടാതെയൊക്കെ ചിലപ്പോ വേണമെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ ലീഗലി നമുക്ക് മനസ്സിലായോ? 2 കാര്യങ്ങളാണ് ലീഗലിൽ വരുന്നത്. ഒന്ന് പ്രൊട്ടക്ഷൻ ഫ്രം അസാൾട്ട്, then preventing unwanted procedures. ക്ലിയറേ? മനസ്സിലായത്? അടുത്തത് എത്തിക്കൽ. എത്തിക്കൽ നോക്കിയേ. എത്തിക്കൽ protect autonomous decision making, support patient defined goals. എന്താണ് പ്രൊട്ടക്ട് ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്? പേഷ്യന്റിന് എന്തിനുള്ളൊരു റൈറ്റ്സ് അവിടെ വരുന്നുണ്ട്? സ്വയംഭരണമാണ്. എന്തിനുള്ളതാണ്? ഫോർ ഡിസിഷൻ മേക്കിംഗ് അല്ലെ. ഡിസിഷൻ മേക്കിംഗ് മീൻസ് സ്വന്തമായിട്ട് അവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് അവിടെ വരുന്നത്. എത്തിക്കലായിട്ട് നമുക്ക് സൂചിപ്പിക്കാം അല്ലെ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് എത്തിക്കൽ എന്ന് നമ്മൾ പറയുമ്പോ മലയാളത്തിൽ എന്താ പറയാ? എത്തിക്കൽ അല്ലെ മൂല്യമാണോ? മൂല്യം എന്ന് വെച്ചാൽ വാല്യൂസ് അല്ലല്ലോ. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ധാർമ്മികത അല്ലെ. ധാർമ്മികത അത് പേഷ്യന്റിന്റെ ഒരു റൈറ്റ്സ് ആണ് അല്ലെ. സ്വന്തമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടുള്ളത്, തീരുമാനം എടുക്കാനായിട്ട് വരുന്നത് എത്തിക്കൽ, നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശങ്ങളിൽ വരുന്നതാണ്. അത് ഏതിലാണ് ഉൾപ്പെടുന്നത്? എത്തിക്കലിലാണ് ഉൾപ്പെടുന്നത്. എത്തിക്കൽ കൺസേൺസിലാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? സപ്പോർട്ട് പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ്. സപ്പോർട്ട് പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ് എന്താണ്? support patient defined goals.
നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന ബെറ്റർ കെയർ കിട്ടുക എന്നുള്ളത് പേഷ്യന്റിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് അല്ലെ, പ്രധാന ഗോൾ എന്ന് പറഞ്ഞാൽ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇത് നമ്മുടെ റൈറ്റ്സ് ആണ്, പ്രത്യേക ഒരു അവകാശമാണ്. നമ്മൾ സാറ്റിസ്ഫാക്ഷനിലൊക്കെ പഠിച്ചതുപോലെ തന്നെ എന്താണ് അത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു ബെറ്റർ കെയർ കിട്ടാനായിട്ട്. അതാണ് നമ്മുടെ പേഷ്യന്റ് ഡിഫൈൻഡ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം, നല്ല ട്രീറ്റ്മെന്റ്സ് തരണം, ബെറ്റർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും ഹോസ്പിറ്റൽ സംവിധാനം കംപ്ലീറ്റ്ലി ഒരു പേഷ്യന്റിന് എന്താണ് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ എന്നൊരു ഗോളാണ് ഏതൊരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, യെസ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ഡിസിഷൻ മേക്കിംഗ്, അതായത് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് ബെറ്റർ കെയർ കിട്ടാനായിട്ട് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ഒരു ഗോള് കൂടി എത്തിക്കൽ റൈറ്റ്സിൽ വരുന്നുണ്ട്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കംപ്ലയൻസ്. എനിക്ക് അവിടെ നോക്കിയിട്ട് ക്ലിയർ ആവുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് നോക്കുന്നത്. Document that the parties were involved in the informed consent process. Provide efficient safeguard to ensure nominal fulfillment of ethical and legal requirements. In the administrative compliance വരുന്നത് document that the parties were involved in the informed consent process. അതായത് പേഷ്യൻസ് കൺസെന്റ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ രേഖ ഉണ്ടായിരിക്കും അല്ലെ, അതായത് ആ രേഖ അതായത് നമ്മൾ കൺസെന്റ് കൊടുത്തിട്ടുള്ള റിട്ടേൺ കോപ്പീസ്, കൺസേൺ ലെറ്റർ എന്ന് പറയാം അല്ലെ, കൺസേൺ ലെറ്റർ അവിടെ ഉണ്ടാക്കിയത് കക്ഷികൾ വിവരം അറിയിച്ച പേഷ്യൻസ് വിവരം അറിയിച്ച സമ്മത പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിന്റെ രേഖ കൺസേൺ ലെറ്റർ ഉണ്ടായിരിക്കാം അല്ലെ, അത് അടിസ്ഥാനപരമായിട്ടത് ഉണ്ടാവേണ്ടതാണ്. പിന്നെന്താണ്, പ്രൊവൈഡ് എഫിഷ്യന്റ് സേഫ് ഗാർഡ്സ് ടു ensure nominal fulfillment of നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ, fulfillment of ethical and legal requirements. എന്താണ്, അതായത് ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും നമ്മുടെ ആവശ്യകതകൾ, ഈ കൺസേണുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ നമ്മൾ പൂർത്തീകരിക്കുന്നതിനുള്ള എന്താണ് കാര്യക്ഷമമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നൽകുക. നമ്മുടെ കൺസേണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങൾ പേഷ്യന്റിന് വേണ്ടി എടുക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈൻസ് അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഒന്ന്, ഒരു കൺസേൺ ലെറ്റർ നിർബന്ധമാണ്, അതോടൊപ്പം തന്നെ എന്താണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആവശ്യകതകള് അല്ലെങ്കിൽ അതിന് പൂർത്തീകരണം, അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ ഇതിന്റെ പർപ്പസ്, കൺസേണിന്റെ പർപ്പസ് 3 രീതിയിൽ 3 കോണ്ടെക്സ്റ്റിലാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ലീഗൽ, എത്തിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. നിങ്ങൾക്ക് മനസ്സിലായി, കൺസേൺ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു കാര്യമല്ല. സമ്മതം വാങ്ങിക്കാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, പക്ഷെ ഇതിന്റെ പുറകെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയാമോ? ഇല്ല അല്ലെ? യെസ്. ഇനി ഇപ്പൊ പറഞ്ഞ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഈ ലീഗൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ചെറിയ പോയിന്റ്സിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻസ് തന്നെയാണ് ഇനി ഇങ്ങോട്ട് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രമുള്ളത് മാത്രമേ പറയുള്ളൂ കേട്ടോ. എല്ലാം വായിച്ച് നമ്മൾ പറയുന്നില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് മാത്രം പറഞ്ഞു പോകും. അണ്ടർലൈൻ ചെയ്യാം, നിങ്ങൾ അത് മാത്രം പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്തെ സർക്കിളിലുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. NB എന്നിട്ടോ അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒന്ന് ലീഗൽ ഒന്ന് വായിച്ചിട്ട് പോരും കേട്ടോ. ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് ചുരുക്കി പറയാണ്, ലീഗല് വരുന്നത് നമ്മളുടെ ഒരു പേഷ്യൻസിന്റെ ശരീരത്തില് ആ പേഷ്യന്റിന്റെ സമ്മതം കൂടാതെ ആ ഒരു ശരീരം എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടാണ് ലീഗൽ കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ അതിൽ കുറച്ച് ഇയേഴ്സ് വരുന്നുണ്ട്. 1940, 1975 എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഇയേഴ്സ് വരുന്നുണ്ട്. ചില കോർട്ടുകളുടെ പേര് വരുന്നുണ്ട്, അമേരിക്കൻ കോർട്സ്, കുറച്ച് എക്സാമ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. അതായത് ഒരാളുടെ ശരീരം ഉപയോഗിക്കുന്ന സമയത്ത് അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ആ പേഷ്യൻസിനെ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലീഗലിൽ വരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ?
ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ.